നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ബിജെപിയുടെ ഇലക്ഷൻ പ്രചരണ മുദ്രാവാക്യം വഴിമുട്ടിയ കേരളം വഴികാട്ടാൻ ബിജെപി. നിങ്ങൾക്ക് അത് അംഗീകരിക്കാനാകുമോ? ബിജെപിക്ക് വഴികാട്ടാൻ അവസരം കിട്ടിയ സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണ്? സാക്ഷരത: ഗുജറാത്ത് 78%, രാജസ്ഥാൻ 65%, കേരളം 94% എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം എന്ന ഖ്യാതി. ആയുർദൈർഘ്യം: ഗുജറാത്ത് 64 വയസ്സ്, രാജസ്ഥാൻ 62 വയസ്സ്, കേരളം 74 വയസ്സ്. അതായത് മലയാളക്കരയിൽ ജനിച്ചതുകൊണ്ട് മാത്രം ആയുസിന്റെ കണക്കിൽ 10 വർഷം നമുക്കധികം. ശിശുമരണ നിരക്ക്: ഗുജറാത്ത് 1062 പേർ, രാജസ്ഥാൻ 1074 പേർ, കേരളം 1000 വെറും 14 പേർ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനസംഖ്യ: ഗുജറാത്ത് 16%, രാജസ്ഥാൻ 14%, കേരളം 7%. അതിനർത്ഥം ഗുജറാത്തിലും രാജസ്ഥാനിലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ എണ്ണത്തെക്കാൾ നേർപകുതിയാണ് നമ്മുടെ കേരളത്തിൽ. ശൌചാലയങ്ങളുടെ ലഭ്യത: ഗുജറാത്ത് 58%, രാജസ്ഥാൻ 35%, കേരളം 94%. ഈ നേട്ടം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനാകില്ല എന്നതും നമ്മുടെ നേട്ടമാണ്. ആശുപത്രിയിലെ ജനന നിരക്ക്: ഗുജറാത്ത് 58%, രാജസ്ഥാൻ 32%, കേരളം 100%. കേരളത്തിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും ആശുപത്രികളിലാണ് പിറന്നു വീഴുന്നത്. ഒരു വ്യക്തിയുടെ ശരാശരി വരുമാനം നോക്കിയാൽ ഗുജറാത്തിൽ അത് 3782 രൂപയാണെങ്കിൽ രാജസ്ഥാൻ 3259 രൂപ. നമ്മുടെ കേരളത്തിലാകട്ടെ 5262 രൂപ. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ബിജെപി ഭരിക്കുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെക്കാൾ നേരെ ഇരട്ടിയാണ് എന്റെയും നിങ്ങളുടെയും ശരാശരി വരുമാനം. വീടില്ലാത്തവരുടെ എണ്ണം: ഗുജറാത്തിൽ 1,44,306, രാജസ്ഥാനിൽ 1,84,544, കേരളത്തിലാകട്ടെ 11,853 പേർ മാത്രം. ഗ്രാമങ്ങളിലെ വൈദ്യുതിയുടെ ലഭ്യത: ഗുജറാത്തിൽ 85%, രാജസ്ഥാൻ 63.3%, കേരളം 92.1%. കൂട്ടിച്ചേർക്കാനുള്ളത്, ഗ്രാമങ്ങളിലെ വൈദ്യുതിയുടെ ലഭ്യതയിൽ കേരളം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാമതാണ്. പ്രതിരോധ കുത്തിവയ്പ് കുട്ടികൾക്ക്: ഗുജറാത്തിൽ 1566 പേർ മാത്രം, രാജസ്ഥാനിൽ 1638 പേർ മാത്രം, കേരളത്തിലാകട്ടെ 1810 പേർ. മാനവ വികസന സൂചിക HDI: ഗുജറാത്ത് 12ാം സ്ഥാനം, രാജസ്ഥാൻ 17ാം സ്ഥാനം, കേരളം 1ാം സ്ഥാനം. ശ്രദ്ധിക്കുക, കേരളം 1ാം സ്ഥാനത്ത്. ബിജെപി ഭരിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നിലും തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം തെല്ലുമുയർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയുമില്ല. ഇവിടെ വഴിമുട്ടിയത് കേരളത്തിനോ അതോ ബിജെപിക്കോ? സാക്ഷരതയിലും ആയുർദൈർഘ്യത്തിലും ശിശുമരണ നിരക്കിലും HDIയിലും മറ്റടിസ്ഥാന സൗകര്യങ്ങളിലും ലോകത്തെ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന നമ്മുടെ കേരളം